നാടകീയ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. CJP പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് ആക്രമണത്തിനിരയായ സാഹിൽ ലോച്ചാബ് എന്ന വിദ്യാർത്ഥിയുടെ പരാതിയിൽ കേസെടുക്കാത്തതിലുള്ള പ്രതിഷേധം ശക്തമാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധം നടത്തുന്നത്. വിദ്യാർത്ഥിയുടെയും അമ്മയുടെയും ഒപ്പമിരുന്നാണ് പ്രതിഷേധം. ഒപ്പം രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച കൂടുതൽ നേതാക്കളും പ്രവർത്തകരുമൊക്കെ സ്റ്റേഷന് മുന്നിലേക്ക് എത്തുന്നുണ്ട്. അതിൽ പ്രിയങ്ക ഗാന്ധിയുടെ ജയറാം രമേശ് അടക്കമുള്ള നേതാക്കളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രതിഷേധം കണക്കിലെടുത്ത സ്ഥലത്ത് ദ്രുതകർമ്മസേനയെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. YS അഭിനന്ദിലേക്ക് പോവുകയാണ്. അഭിനന്ദ് നേരത്തെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാവുകയും ചെയ്യുന്നത്. നമുക്കറിയാം, സാഹിൽ ഈ മാസം 14-ാം തീയതിയാണ് അഭിഭാഷകർക്കൊപ്പം എത്തി ഈ പരാതി നൽകുന്നത്. അതിനുശേഷം 17-ാം തീയതി വീണ്ടും ഇമെയിൽ മുഖേന പരാതി നൽകി. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങുന്നത്. ഇന്ന് മന്ദർമാർഗ് പോലീസ് സ്റ്റേഷനിൽ ആദ്യം പോകുന്നു. പക്ഷേ അവിടെ കേസെടുക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. അതിനുശേഷമാണ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുന്നതും പിന്നീടുണ്ടാകുന്ന പ്രതിഷേധം നമ്മൾ കാണുകയും ചെയ്യുന്നത്. എന്താണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള നീക്കങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ലഭിക്കുന്നത്? ഇനിയുള്ള നീക്കം എന്തായിരിക്കും? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് നേതാക്കളടക്കം, കൂടുതൽ പ്രവർത്തകരടക്കം, കോൺഗ്രസിന്റെ പ്രവർത്തകരടക്കം അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ പ്രതിഷേധം ശക്തമാകുമെന്നല്ലേ? ശ്രുതി, പ്രതിഷേധം 2 മണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഏതാണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. ഒരു സർജിക്കൽ സ്ട്രൈക്ക് 2.0 എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതുപോലെ തന്നെയായിരുന്നു അന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം പ്രതിഷേധവുമായി എത്തിയത്. ഒടുവിൽ ഏതാണ്ട് 4 മണിക്കൂർ പിന്നിട്ടപ്പോൾ കസ്റ്റഡിയിലെടുത്ത് മാറ്റിയ രംഗങ്ങൾ കണ്ടതിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സാഹിൽ ലോച്ചാബ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേൽക്കുന്നു. പരിക്കേറ്റതിന് പിന്നാലെ തന്നെ വിവിധ സമയങ്ങളിൽ ഈ വിഷയം പാർലമെന്റിനടക്കം ഉന്നയിച്ചിട്ടും ഒരു തരത്തിലുള്ള നടപടിയാകാത്തതിനെ തുടർന്നാണ് ഈ മാസം 14-ാം തീയതി സാഹിൽ നേരിട്ട് ദില്ലി പോലീസിൽ പരാതിയുമായി എത്തുന്നത്. അപ്പോഴും ഒരു തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നില്ല. 17-ാം തീയതി വീണ്ടും ഇമെയിൽ മുഖേന പരാതി അയക്കുന്നു. എന്നിട്ടും ഒരു തരത്തിലുള്ള നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇത്ര വലിയൊരു പ്രതിഷേധം വന്നത്. നീതിക്കായി ഒരു മാതാവും ഒരു മകനും പാർലമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം, പ്രതിപക്ഷ നേതാവിനൊപ്പം, കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായിരിക്കുന്നു. അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധിയെ സമവായ ചർച്ചയ്ക്ക് DCP ഓഫീസിനുള്ളിലേക്ക് വിളിച്ചിരുന്നു. DCP ഓഫീസിനുള്ളിൽ വിളിച്ച് DCPയുമായി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തതിനു ശേഷം ഏതാണ്ട് 10 മിനിറ്റ് പോലും നീണ്ടില്ല ആ കൂടിക്കാഴ്ച. പിന്നാലെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ആ കസേരയിൽ തന്നെ ഇരുന്നുകൊണ്ട് പ്രതിഷേധം തുടരും എന്ന് തന്നെ പറഞ്ഞു. അതിന് പിന്നാലെയാണ് മാധ്യമങ്ങളെ അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി കാണുന്നത്. ആ പെല്ലറ്റ് അടക്കം കയ്യിൽ വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കൃത്യമായി തെളിവുകളടക്കം സഹിതം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലേക്ക് മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്തൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങളാണ് രാജ്യമെമ്പാടും നടന്നിട്ടുള്ളത്? രാജ്യമെമ്പാടും ഇത്ര വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. 4.5 മിനിറ്റ് മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ സെഷനിൽ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കം പങ്കെടുത്തത്. എന്തവസ്ഥയിലേക്കാണ് രാജ്യം പോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധമാണുള്ളത്. എന്തായാലും സാഹിൽ ലോച്ചാബയ്ക്ക് വലിയ പിന്തുണയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ പല ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന കാഴ്ചയാണ്. ഇപ്പോൾ പാർലമെന്റ് പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ താഴെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെ കാണാൻ കഴിയും. ഏതാണ്ട് 12:15 രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു പോലീസും ഇവിടെ ഇല്ലായിരുന്നു. പിന്നാലെ ദില്ലി പോലീസിന്റെ വൻ സന്നാഹം തന്നെ ഇവിടെ തീർത്തു. അങ്ങനെ CRPFന്റെ സംഘം എത്തുന്നു. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ 5 ബറ്റാലിയനാണ് നിലവിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മറുഭാഗത്ത് ഇപ്പോൾ പ്രതിഷേധം പാട്ടുപാടി സർഗാത്മകമായ പ്രതിഷേധം തുടരുന്നു. എത്രയൊക്കെ പിരിച്ചുവിടാൻ ശ്രമിച്ചാലും ഇവിടെ നിന്ന് പോകില്ല എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച. ഈ പ്രതിരോധം അത് വലിയ രീതിയിൽ തന്നെ വലിയ സമ്മർദ്ദത്തിലേക്ക് കേന്ദ്ര സർക്കാരിനും ദില്ലി പോലീസിനും എത്തിക്കുന്ന രീതിയിലേക്കുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. അതായത് FIR രജിസ്റ്റർ ചെയ്യണമെന്നത് പ്രാഥമികമായിട്ടുള്ള നടപടിയാണ്. ആ പ്രാഥമികമായ നടപടി സ്വീകരിക്കാൻ ഒരു ഘട്ടത്തിലും ദില്ലി പോലീസ് തയ്യാറായിട്ടില്ല. പല തവണ പലപ്പോഴും
പരാതികളായി എത്തിയിട്ടും അവരെയൊക്കെ അവഗണിക്കുന്ന സാഹചര്യമാണ് ദില്ലി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ പരാതിയിന്മേൽ ഈ സാഹിൽ ലോച്ചാവെ എന്ന ഹരിയാന സ്വദേശി ദില്ലി സർവകലാശാലയിലെ അഭിഭാഷക വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കണം. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ FIR രജിസ്റ്റർ ചെയ്യണം. എപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുന്നു ആ സമയത്ത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്, നേതാക്കൾ പറയുന്നത്, രാഹുൽ ഗാന്ധി പറയുന്നത്, പ്രിയങ്ക ഗാന്ധി പറയുന്നത്, ജയറാം രമേശ് പറയുന്നത്. എന്തായാലും കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.